ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു നോമ്പ് ദിനം കൂടി ആഗതമായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ കുരിശിനെയും അതുവഴി നമുക്ക് ലഭിക്കുന്ന രക്ഷാപദ്ധതിയെയും സ്മരിക്കുന്ന നാളുകളാണ് ഓരോ നോമ്പും. ദേഹദേഹി ആത്മാക്കളെ വിശുദ്ധിയോടുകൂടി സൂക്ഷിച്ച് ദൈവികതയിലേക്ക് നാം നടത്തുന്ന ഒരു യാത്രയാണ് ഓരോ നോമ്പും. എന്നാൽ ചില ദൂരങ്ങൾ താണ്ടിയായിരിക്കണം നാം ഈ യാത്ര പൂർത്തീകരിക്കേണ്ടത്. ആദ്യമായി തന്നെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും ദൈവികതയിലേക്കുള്ള ദൂരം. യേശു ശാസ്ത്രിമാരിലും പരീശന്മാരിലും കണ്ട കുറവ് ഇതായിരുന്നു. കേവലം ഭക്ഷണപദാർത്ഥങ്ങൾ വർജിക്കുന്നതല്ല നോമ്പ്, എന്നാലോ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നതാണ് ഈ നോമ്പിൽ കൂടി ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി വിളംബരങ്ങളിൽ നിന്നും ദൈവികതയിലേക്കുള്ള ദൂരം. പ്രശംസകളുടെ പുറമോടിയിൽ ജീവിക്കുന്ന ശാസ്ത്രിമാരെയും പരീശന്മാരെയും എല്ലാം ക്രിസ്തു വിമർശിക്കുന്നു. അവർ തങ്ങളുടെ പ്രവൃത്തികളെ മനുഷ്യരുടെ മുന്നിലെ മാനം ലഭിക്കേണ്ടതിന് വേണ്ടി ചെയ്യുന്നു. നാം നന്മ ചെയ്യുന്നത് മനുഷ്യരുടെ പ്രശംസ ലഭിക്കുന്നതിന് വേണ്ടിയല്ല, എന്നാലോ ദൈവിക പ്രശംസ പ്രാപിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. അടുത്തതായി ഞാൻ എന്ന ഭാവത്തിൽ നിന്നും ദൈവികതയിലേക്കുള്ള ദൂരം. ദൈവിക ഭാവം എന്നാൽ ഭൂമിയോളം താഴുക എന്നതാണ്. അതാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്. ആ താഴ്മയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ആയതിനാൽ ഈ ദൂരങ്ങളെയെല്ലാം താണ്ടിക്കൊണ്ട് ദൈവികതയിലേക്ക് എത്തിച്ചേരുവാൻ ഈ നോമ്പ് നമുക്കെല്ലാവർക്കും കാരണമായി തീരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.